ഇന്നും ഏകദേശം 15ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങൾ മുതൽ തന്നെ ഇന്നും മനുഷ്യരെല്ലാവരും ഈ പേര് കേട്ടാൽ ചെറുതായെങ്കിലും ഭയപ്പെടാതെ തന്നെ ആരും ഉണ്ടാവില്ല. അതെ, ഡ്രാക്കുള. പകൽ സമയങ്ങളിൽ കല്ലറകളിൽ ഉറങ്ങുകയും രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി മനുഷ്യരെ കൊന്ന് അവരുടെ ചുടുരക്തം കുടിച്ചെടുക്കുന്ന ഡ്രാക്കുളയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സത്യത്തിൽ ആരാണ് ഈ ഡ്രാക്കുള? ഇല്ലെങ്കിൽ നമ്മൾ കേട്ടതെല്ലാം, ഡ്രാക്കുളയെക്കുറിച്ച് കേട്ടതെല്ലാം സത്യമാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ Diaries. ആർക്കുമുള്ളൊരു ചോദ്യമാണ്, ഡ്രാക്കുള എന്ന് പറയുന്നത് സത്യമാണോ, അല്ലെങ്കിൽ ഡ്രാക്കുള ഇന്നും ജീവനോടെ ഉണ്ടോ എന്നുള്ള പല ചോദ്യങ്ങളും ഉണ്ടാവും. എന്നാൽ ഡ്രാക്കുള ആരാണ്, സത്യത്തിൽ ആരാണ് ഡ്രാക്കുള, ഡ്രാക്കുളയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നെല്ലാമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായി കാണുക. വീഡിയോ കാണുന്നതിന് മുൻപ് എല്ലാവരും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണുക. 15ാം നൂറ്റാണ്ടിൽ റൊമാനിയ ഭരിച്ചിരുന്ന രാജാവായിരുന്നു വാറ്റ് രണ്ടാമൻ. അദ്ദേഹം ഒരു ഡ്രാഗൺ ഓഫ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞ സീക്രട്ട് സൊസൈറ്റിയുടെ അംഗമായിരുന്നു. ഡ്രാഗൺ എന്നുള്ളൊരു പേര് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ചേർക്കുകയും വാറ്റ് ഡ്രാഗൺ എന്നാക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന് രണ്ടാമത്തെ ഒരു മകൻ ജനിച്ചപ്പോൾ ആ മകൻ അദ്ദേഹം ഡ്രാക്കുള എന്നൊരു പേര് നൽകി. ഡ്രാക്കുള ജീവിച്ചിരുന്ന സാഹചര്യം എങ്ങനത്തെയായിരുന്നു എന്ന് വെച്ചാൽ, റൊമാനിയ എന്ന് പറയുന്ന ചെറിയൊരു നാട്ടിന് രണ്ട് ഭാഗമായി ഉള്ളത്. ഒന്ന് ഒട്ടോമൻ എംപയറും അതോടൊപ്പം വെലേറിയൻ എംപയറുമായിരുന്നു. അതായത് ഈ രണ്ട് രാജ്യത്തിന് ഇടയിലായിരുന്നു ഈ ഒരു റൊമാനിയ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം. ഈ രാജ്യം ഈ രണ്ട് രാജ്യത്തിൻ്റെ കൂടെയും ചേരാതെ സ്വന്തമായി സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു രാജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യക്കാർക്കും ഈ റൊമാനിയൻ എംപയറിനെ പിടിച്ചെടുക്കാൻ വളരെ ആകാംക്ഷയായിരുന്നു. അവർ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ടായെങ്കിലും പക്ഷെ ഇതൊന്നും നടക്കാതായി പോവുകയും ചെയ്തു. എന്നാൽ ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഡ്രാക്കുളയെയും ഡ്രാക്കുളയുടെ അച്ഛനായ വാറ്റ് രണ്ടാമനെയും ഒട്ടോമൻ എംപയറിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു സമാധാന ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തു. പക്ഷേ ഇവർ കരുതിയില്ല അവർക്ക് ഒരുക്കി വെച്ചത് അവരുടെ ചതിയാണ് എന്ന്. പക്ഷെ അവരെ വിശ്വസിച്ച് അവിടെ പോവുകയും ചെയ്തു. എന്നാൽ അവിടെ പോയപ്പോൾ സംഭവിച്ചത്, ഡ്രാക്കുളയെ അവർ അവിടെ പിടിച്ചു വയ്ക്കുകയും വാറ്റ് രണ്ടാമനെ, അതായത് റൊമാനിയയിലെ രാജാവിൻ്റെ അടുത്ത്, റൊമാനിയൻ രാജ്യം ഇന്നു മുതൽ ഒട്ടോമൻ എംപയറിൻ്റെ കൂടെ ആയിരിക്കുമെന്നും ഒട്ടോമൻ എംപയറിൻ്റെ അധികാരത്തിൽ വരുന്നതായിരിക്കും ഇനി ഈ റൊമാനിയൻ രാജ്യമെന്ന് പറയുകയും ചെയ്തു. മകൻ അവിടെ ആയതുകൊണ്ട് തന്നെ മകൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി അദ്ദേഹം അവർ പറഞ്ഞെല്ലാം തന്നെ അനുസരിച്ചു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞ് റൊമാനിയയിൽ രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ രാജാവിനെ ചതിക്കുകയും അവർ പിന്നിൽ നിന്ന് കുത്തി കൊല്ലുകയും ചെയ്തു. ഇതറിഞ്ഞ ഒട്ടോമൻ എംപയർ ഇത്രയും കാലയളവിൽ തന്നെ അവർ ആ ഡ്രാക്കുളയെ എല്ലാ വിധികളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഉദ്ദേശം എന്തായിരുന്നെന്ന് വെച്ചാൽ, ഈ വാറ്റ് രണ്ടാമൻ മരണശേഷം ഡ്രാക്കുളയെ ഇവരുടെ ഒരാളായിട്ട്, അതായത് ഒട്ടോമൻ എംപയറിൻ്റെ ഒരാളായിട്ട് റൊമാനിയ ഭരിക്കാൻ വിടാമെന്നായിരുന്നു അവരുടെ വിചാരം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാറ്റ് രണ്ടാമൻ്റെ മരണം ഇവരറിയുകയും ഡ്രാക്കുളയെ അവരുടെ നാട്ടിലേക്ക് അയച്ചുവിടുകയും ചെയ്തു. അങ്ങനെ 18ാമത്തെ വയസ്സിൽ ഡ്രാക്കുള റൊമാനിയയുടെ രാജാവാകുകയും ചെയ്തു. പക്ഷേ ഒട്ടോമൻ എംപയർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ തന്നെ ഡ്രാക്കുള ഒട്ടോമൻ എംപയർസിൻ്റെ എതിരെ തിരിയുകയും ചെയ്തു. തന്നെ ഇത്രയും വർഷം ആ ജയിലിൽ അടച്ചതും തൻ്റെ പിതാവിൻ്റെ മരണത്തിന് കാരണമെല്ലാം അവരാണെന്ന് വിശ്വസിച്ച് അവർ മേലെ ശത്രുത വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളും, അതായത് ഒട്ടോമൻ എംപയറും ഹംഗറി ഈ റൊമാനിയക്കെതിരെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹംഗറിയ റൊമാനിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും യുദ്ധത്തിന് വരികയും ചെയ്തു. ആ സമയത്ത് ഡ്രാക്കുളയ്ക്ക് അറിയാമായിരുന്നു, നേരിട്ട് പോയി യുദ്ധം ചെയ്താൽ റൊമാനിയ എന്തായാലും തോൽക്കുമെന്ന്. അപ്പോൾ ഡ്രാക്കുള ചെയ്തത്, അതായത് ഡ്രാക്കുളയുടെ സൈന്യത്തിലെ ആൾക്കാർക്ക് ഹംഗറിയിലെ സൈന്യത്തിൻ്റെ അതേപോലെയുള്ള വേഷം ധരിപ്പിച്ച് അവരുടെ സൈന്യം വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറി വരാൻ പറയുകയും ചെയ്തു. എല്ലാവരും ഉറങ്ങുമ്പോൾ 20,000 വരുന്ന സൈന്യത്തെ ഡ്രാക്കുളയുടെ ആ വേഷം മാറി വന്ന സൈന്യം അവർ കത്തിച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഇതിനുശേഷം ഡ്രാക്കുള കരുതി ഇത് തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഒറ്റ വഴിയുള്ളൂ, തൻ്റെ എതിരുകൾക്ക് തൻ്റെ നാട്ടിൽ വന്ന് അകപ്പെട്ടാൽ അവർക്ക് എന്താണ് സംഭവിക്കുക എന്ന് അവർ ആലോചിച്ച് അവർ നാട്ടിലേക്ക് വരാതിരിക്കാൻ ചെയ്യണമെന്നാണ് അദ്ദേഹം കരുതിയത്. മറ്റേ ഒട്ടോമൻ എംപയറിൻ്റെ ആ ഭാഗത്തും
മറ്റേ ഹംഗറിയായ എംപററിൻ്റെ ആ ഭാഗത്തേക്ക് നല്ല ഷാർപ്പാക്കി മൂർച്ചയാക്കിയിട്ടുള്ള വലിയ കമ്പുകളെടുത്ത് ആ ലൈനിലെല്ലാം അവർ വെച്ചു. പക്ഷെ ഫസ്റ്റൊക്കെ ഈ രണ്ട് രാജ്യക്കാർക്കും എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും അതിനുശേഷം ഡ്രാക്കുള ചെയ്തത് തൻ്റെ അച്ഛനെ കൊന്ന ആൾക്കാരെ എല്ലാവരും കൊല്ലുകയും ഈ കോലിൽ കുത്തി ഇറക്കുകയുമാണ് ചെയ്തത്. കുത്തിവെച്ചിട്ടുണ്ടായിരുന്ന കമ്പുകളിലൂടെ ഒഴുകുന്ന ചോരകളെ ഒരു ബൗളിൽ ശേഖരിക്കുകയും ഇത് ഡ്രാക്കുള കുടിക്കാറുണ്ടായിരുന്നു ഒരു കഥയും ഇതിന് പുറകിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് രണ്ട് രാജ്യക്കാരായാലും ഡ്രാക്കുളയുടെ രാജ്യത്തിന് മേലെ അറ്റാക്ക് നടത്താൻ ഭയന്നു. കാരണം അവർക്കും അറിയാം ഒരു അറ്റാക്ക് നടത്തിയാൽ അവർ ജയിക്കുമെന്ന്. എന്നാൽ എങ്ങനെയെങ്കിലും അവരുടെ നാട്ടിലെ പോരാളികൾ എങ്ങനെയെങ്കിലും ഡ്രാക്കുളയുടെ നാട്ടിൽ പെട്ടാൽ അവർക്കും ഇതേ ശിക്ഷയായിരിക്കുമെന്നാണ് ഡ്രാക്കുള പ്രഖ്യാപിച്ചത്. അതിനുശേഷം കുറച്ചു കാലങ്ങൾക്കെല്ലാം ഇല്ലാതിരുന്നാലും കുറച്ചു കാലങ്ങൾക്ക് ശേഷം റൊമാനിയയിലെ സൗത്തേൺ സൈഡിലുണ്ടായിരുന്ന കുറച്ച് ഗ്രാമങ്ങളെല്ലാം ഡ്രാക്കുളയുടെ ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ കണ്ട് ഭയന്ന് അവർ നേരെ ഹംഗറിയിലേക്ക് പോവുകയും അവരുമായി ഒരു ഒത്തുതീർപ്പാവുകയും ചെയ്തു. അതായത് റൊമാനിയയിലെ സൗത്തേൺ സൈഡിലുണ്ടായിരുന്നവർ ഹംഗറിയുമായി ചേരുമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ അന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഡ്രാക്കുള ചെയ്തത് ആ ഗ്രാമങ്ങളിലുള്ള എല്ലാ കിണറുകളിലും വിഷം നിറയ്ക്കുകയും അത് കുടിച്ച് ഇത് പറഞ്ഞ എല്ലാ ഗ്രാമത്തിലെ എല്ലാവരും മരിച്ചു പോവുകയാണ് ചെയ്തത്. അതിനുശേഷം തൻ്റെ 45-ാമത്തെ വയസ്സിലാണ് ഡ്രാക്കുള അവസാനമായി ഒരു യുദ്ധം ചെയ്യുന്നത്. ആ യുദ്ധത്തിൽ ഒട്ടോമൻ എംപറർ എന്താണ് കാണിച്ചതെന്ന് വെച്ചാൽ ഡ്രാക്കുളയുടെ സൈന്യത്തിൻ്റെ അതേ വേഷം ധരിച്ച അതായത് ഒട്ടോമൻ എംപററിലെ സൈനികരെ വേഷം ഡ്രാക്കുളയുടെ സൈന്യത്തെ വേഷം പോലെയാക്കി അവരെ ഡ്രാക്കുളയുടെ കൂടെ വിടുകയും ചെയ്തു. എന്നാൽ ആ യുദ്ധത്തിൻ്റെ ഇടയിൽ ഡ്രാക്കുളയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതാവുകയും ആ യുദ്ധത്തിൽ വെച്ച് അവർ ഡ്രാക്കുളയെ കുത്തിക്കൊല്ലുകയുമാണ് ചെയ്തത്. ഡ്രാക്കുളയുടെ മരണശേഷം ഡ്രാക്കുളയെ അവിടെ ഒരു സ്ഥലത്ത് അവിടെ കുടിമുടി ശവപ്പെട്ടിലിട്ട് അടക്കുകയും ചെയ്തു. എന്നാൽ ഈ ഡ്രാക്കുളയുടെ മരണശേഷം റൊമാനിയ ഒട്ടോമൻ എംപററിൻ്റെ കീഴിലാവുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ ശേഷം ആ നാട് മൊത്തം ഡ്രാക്കുള ജീവനോടെ ഉണ്ട്, ഇല്ലെങ്കിൽ ഡ്രാക്കുള വരും, ഡ്രാക്കുളയെ കാണാറുണ്ട് ഇതുപോലെയുള്ള കഥകളെല്ലാം സ്പ്രെഡാവാൻ തുടങ്ങി. ഇതിന് ശേഷം ഒട്ടോമൻ എംപറേഴ്സിന് ഇതിനെക്കുറിച്ച് വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയ ശേഷം അവർക്കും സംശയം തോന്നി. ആ ഒരു ശവക്കല്ലറ ഓപ്പണാക്കിയപ്പോൾ അതിൽ അടക്കിയിട്ടുണ്ടായിരുന്ന ഡ്രാക്കുളയുടെ ശവശരീരം അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം അവരുടെ ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഡ്രാക്കുള ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ഇതെല്ലാം ഈ കഥയുടെ ബേസിൽ ഒരാൾ അവിടെ ഒരു നോവൽ ഇറക്കുകയും ആ നോവലിനെ കുറച്ചും കൂടെ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അതിനെ നല്ലൊരു സിനിമയാക്കി എടുക്കുകയും ചെയ്തു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ മറക്കാതെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അടുത്തിടാൻ പോകുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ ലഭിക്കും.